भाई आज एडावन्ना में मस्जिद रेडी हुआ है, पूरा हिंदी आदमी के लिए है, नमाज के लिए पूरा आदमी आओ. ഒരു സമൂഹം ഒരുപാട് മനുഷ്യരുടെ മിശ്രിതമാണ്. ചില ഭാഗങ്ങളെ അവഗണിച്ച് ചില ഭാഗങ്ങൾ മാത്രം പുരോഗതി പ്രാപിക്കുന്നതുകൊണ്ട് ഒരു സമൂഹം പൂർണ്ണ ആരോഗ്യത്തോടെ സാമൂഹ്യാരോഗ്യത്തോടെ മുന്നേറില്ല. അതേ കാഴ്ചപ്പാടാണ് ഈ സംവരണമൊക്കെ കൊണ്ടുവന്നപ്പോഴും ഒക്കെ അതിൻ്റെ ആളുകൾ മുന്നോട്ട് വെച്ച അവരെ നയിച്ച പ്രധാനപ്പെട്ട ആശയം. ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും വരുന്ന മനുഷ്യർ ഒരുപോലെ സമുദ്ധരിക്കപ്പെടണം, എങ്കിലേ ആരോഗ്യമുള്ള കരുത്തുള്ള ഒരു രാജ്യമുണ്ടാകൂ. അതിനാണ് പ്രത്യേകമായി ഓരോ വിഭാഗങ്ങൾക്കും പാക്കേജ് നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിനാണ് ചേരി പ്രദേശങ്ങൾ അതിന് പ്രത്യേകമായി രൂപപ്പെടുത്തി അങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അതിനാണ് സച്ചാർ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകളെ വെച്ച്, അല്ലെങ്കിൽ ബെഞ്ചമിൻ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകളെ വെച്ച് അത് പഠിച്ച് അതിനെ സംബന്ധിച്ച് ആവശ്യമുള്ള നടപടികൾ എടുക്കുന്നത് എല്ലാവരെയും പൊതുമുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ്. ഇത് മതസംഘടനകളുടെയും ബാധ്യതയാണ്. അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്. അവർ വ്യത്യസ്ത നിലകളിലുള്ളവരുണ്ട്. ഇന്ന് നമുക്ക് ചിലപ്പോൾ വ്യക്തിപരമായി ഓരോ സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ യോജിപ്പും വിയോജിപ്പും ഒക്കെ തോന്നുമെങ്കിലും അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് പണ്ട് വിളിച്ചിരുന്ന ഇന്ന് അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഒരുപാട് മേഖലകൾ ഇന്ന് പണിയെടുക്കുന്നുണ്ട്. അവർ പണിമുടക്കിയാൽ കേരളം നിശ്ചലമാകുന്നൊരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് അടിമയായില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല. അവരെ കൊണ്ട് ആ പണിയൊക്കെ ചെയ്യിച്ചിട്ട് നമുക്ക് വിയർപ്പിൻ്റെ രോഗമായതുകൊണ്ട് നമ്മൾ സുഖസമൃദ്ധമായി ഇരിക്കുകയാണ്. അവരെ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് ലാഭം എടുക്കുന്നു. അവരെ കൊണ്ട് പണി ചെയ്യിച്ചിട്ട് വീടിൻ്റെ ലാഭം നമ്മൾ എടുക്കുന്നു. അവരെ പശുവിനെ കറന്നിട്ട് അതിൻ്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നു. ഇതൊക്കെ ചെയ്തു പോരുക. ഇനി അവരില്ലെങ്കിൽ ഇത് സാധ്യമല്ലാത്ത സ്ഥിതി വരും. അതിൽ നല്ലൊരു ശതമാനവും ബംഗാളിൽ നിന്നൊക്കെ വന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ചെറുപ്പക്കാരാണ്. അവർക്കൊക്കെയും അവർ ജീവിച്ച സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അകലമുണ്ട്. മതവിശ്വാസവുമായി, മൂല്യങ്ങളുമായി, ധാർമ്മികതയുമൊക്കെയായി. എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വളരെ വെടിപ്പുള്ളവരും അവർ മോശമാണെന്നൊന്നുമല്ല. പക്ഷേ അവരെയും വിശ്വാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വളരെ മാതൃകാപരമായ ഒരു ദൗത്യം ഏറ്റെടുത്തു എടവണ്ണ ലജന്നത്തുൽ ഇസ്ലാഹ് മഹല്ല് കമ്മിറ്റി എന്ന കമ്മിറ്റി. അവർ ഈ മറ്റിതര സഹോദര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടി ഉറുദുവിൽ കുത്തുബ നടത്തി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് ആശയവിനിമയം നടത്തുന്ന ഒരു സംവിധാനത്തിന് രൂപം നൽകി. യഥാർത്ഥത്തിൽ ഇന്ന് അനിവാര്യമായ ഒരു സംഗതിയാണത്. കാരണം അവരും കുറ്റവാളികളാവുകയോ വഴികേടിലാവുകയോ വഴിപിഴച്ചു പോവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ആ കൂട്ടുത്തരവാദിത്വം നിർവഹിക്കാൻ ഓരോരുത്തർക്കും കടമയും ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബോധ്യം ഏറ്റവും മാതൃകാപരമായി ആ മഹല്ല് കമ്മിറ്റി നിർവഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിനുവേണ്ടി അവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും അതിനോട് താല്പര്യമുള്ള മനുഷ്യരുമൊക്കെ കുറേ അധ്വാനിച്ച് ഇവരെയൊക്കെ കണ്ടെത്തി അതിന് പറ്റുന്നൊരു ഇമാമിനെയും രൂപപ്പെടുത്തി ഈ ജുമാ അവർക്ക് വേണ്ടി സവിശേഷമായി നടത്തുകയും അത്തരത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുകൂടി വേണ്ടേ. അപ്പോൾ അങ്ങനെ മനസ്സിലാകുന്നതിലൂടെ അവരെ കുറച്ചുകൂടി ഇതിലേക്ക് അടുപ്പിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും അതിൻ്റെ ദൃശ്യങ്ങൾ ജംഗ്ഷൻ ഹാക്കിന് വേണ്ടി അഷറഫ് എടവണ്ണയാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ ദൃശ്യങ്ങളും കാണാം. أعوذ بالله من الشيطان الرجيم. अल्लाह अकेला है, उन्हें बोलता है क्या? कुतिबा अलैकुमुस सियाम, तुम्हारे ऊपर रोजा फर्ज किया गया. ഏതായാലും ജുമാ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. പിന്നെ 350ഓളം ആൾക്കാർ പങ്കെടുത്തു. അൽഹംദുലില്ലാ. ഏതായാലും പിന്നെ നമ്മൾ അന്ന് ഉദ്ഘാടനത്തിൽ അന്ന് പറഞ്ഞ രൂപത്തിൽ പിന്നെ ജുമാ കുത്തുബ പിന്നെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇത് ഹിന്ദിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുത്തുബയായിരുന്നു. ഉറുദുവിൽ കംപ്ലീറ്റ് വിശദമായിട്ട് സംഗതികൾ പറഞ്ഞു. അൽഹംദുലില്ലാ. ഇത് എന്തായാലും നമുക്ക് തുടർന്ന് പോയി ഇൻഷാ അല്ലാഹ് അത് എന്തായാലും തുടർന്ന് പോകും. അതിൻ്റെ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ.
ഏകദേശം 400ഓളം വീടുകൾ ഞങ്ങൾ എല്ലാവരും അറിയിച്ചിരുന്നു. ഷെഡുകളും ഫർണിച്ചർ ഷെഡുകളും ഒക്കെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും എല്ലാവരും പള്ളി നിറയെ ആൾക്കാർ ഇവിടെ പങ്കെടുത്തു. അൽഹംദുലില്ലാ. വേറെ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ ഹിന്ദി കുത്തുബല്ല ജുമ കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് അറിയില്ല. ജുമാ കുത്തുബ ഉള്ളതായിട്ട് അറിയില്ല. ഇവിടെ രണ്ടും കഴിഞ്ഞ് ഫുള്ളായിട്ട് പുറത്ത് പായതിൻ്റെ ആവശ്യം പായി ഇട്ടു. താഴത്തന്നെയും മുഖത്തന്നെയും ഫുള്ളായിരുന്നു. കുറച്ച് ലേഡീസ് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം. ഇത് ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. भाई आज एडावन्ना में मस्जिद रेडी हुआ है, पूरा हिंदी आदमी के लिए है। नमाज के लिए पूरा आदमी आओ। वो केरला का पूरा आदमी मिलके ऐसा एक मस्जिद रेडी किया है, हिंदी आदमी के लिए है। वो पूरा हिंदी आदमी नमाज के लिए एडावन्ना में आओ। जी यहाँ पे आके बहुत अच्छा लगा और बहुत बढ़िया है। अल्लाह न करा इंशाल्लाह आगे भी आएंगे। इस हफ्ते में इंशाल्लाह आते रहेंगे। अस्सलाम वालेकुम। जुमा मस्जिद एडावन्ना बड़ी मस्जिद के खतीब हमको कई बार बोलते रहे कि आप तो बहुत दिन से रहते हैं, तो यहाँ पे बहुत लोग हिंदी वाले हैं, तो वो लोग मस्जिद में आते हैं तो बोलते हैं कि मलयालम मालूम नहीं है, जुमा के अज़ान के बाद जाएंगे मस्जिद, खुतबा सुन के क्या करेंगे अभी। इसलिए जुमा मस्जिद खतीब शाहिद मुस्लिम फारूकी वो बोले हमको बार बार कि आप सब हिंदी वाले को जाके रूम में बोलिए। मैं जाके रूम में सबके रूम में बोला। 2 महीने से मेहनत भी कर रहा हूँ। कमेटी का भी आदमी बोले कि आप अपने मगरिब में ईशा में छुट्टी कर लीजिए, जमाल अंगाड़ी मस्जिद मीटिंग में आइए। फिर हम लोग चलिए, हर रूम में गए। एक बार गए तो मीटिंग में 50-60 आदमी आए थे। फिर हम लोग को भरोसा नहीं हुआ कि आदमी लग रहा है कम है। फिर दोबारा रूम में गए, तीसरी बार भी गए तो माशाअल्लाह अभी आज जुमा का दिन था तो सब लोग बहुत दूर से आदमी लोग आए, मंबाड़ से आदमी आए। वो मैं स्टेट जमीयत अहले हदीस हरियाणा का जनरल सेक्रेटरी, आपके इस चैनल के माध्यम से तवस्सुत से ये बात सबसे पहले KNM जो नदवतुल मुजाहिदीन है, जो केरला की क्या नाम है कैलीकट के अंदर और पूरे केरला के अंदर जो ये तंजीम है KNM, मुबारकबादी के मुस्तहिक है। और उसके बाद यहाँ जो भाई सरफुद्दीन साहब और यहाँ एडावन्ना की जो टीम है पूरी, यहाँ की जो जमात है सल्फ़ी जमात KNM, वो माशाल्लाह मुबारकबादी के मुस्तहिक है। उसके बाद हमारा शरफुद्दीन सर और ये भाई हाफिज़ जो है कमरुल साहब, ये बहुत मुबारकबादी के मुस्तहिक हैं, जिन्होंने जिद्दोजहद के साथ ये काम शुरू किया। मैं उस मस्जिद में था, वहाँ से बोला कि आज उस मस्जिद में इफ्तिताह है। मैं यहाँ आया, आने के बाद देखा कि भाई कमर साहब सबका इस्तकबाल कर रहे हैं और मैंने फ़ौरन आने के बाद ही कहा, उस वक्त शुरुआत थी। നമ്മൾ ഇവിടെ ഈ ഒരു കുത്തുബ തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ മലയാളികൾക്ക് ഇവിടെ അവരുടെ നാട്ടിൽ സ്വന്തം ഭാഷയിൽ കുത്തുബ കേൾക്കാനും ദീനി പുതുക്കുവാനും ആഴ്ചയിൽ ഇസ്ലാമിക കാര്യങ്ങൾ പുതുക്കി കൊണ്ടു നടക്കാനും അവസരമുണ്ട്. പക്ഷേ ഇവർ ജോലി ആവശ്യാർത്ഥം അവരുടെ വീടും കുടുംബങ്ങളും വിട്ട് ഇവിടെ എത്തിയിട്ട് അവർക്ക് ദീനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇവിടെ എത്തിയ കാരണത്താൽ അവരുടെ ഇസ്ലാമിക പഠനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെയും അത് ചരിയിൽ പകർത്താൻ പറ്റാതെയും നിൽക്കുന്നൊരവസ്ഥയാണ്. അവർക്കിവിടെ മദ്രസോ പഠനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവരുടെ ഭാഷയിൽ ആഴ്ചയില്ലെങ്കിലും അവരുടെ ദീനിനെ അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക പഠനത്തെ ഒന്ന് പുതുക്കുവാനും അവരുടെ കൂട്ടായ്മയിലൂടെ അവർക്ക് അവരുടെ സംതൃപ്തിയോട് കൂടി ഒരു ജുമ പിരിയാവുന്നൊരു ആവശ്യത്തും കൂടിയിട്ടാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത്. അൽഹംദുലില്ലാ അത് വളരെ വിജയകരമായി. എല്ലാവരും ആവശ്യക്കാരെ തന്നെയാണ്. ഈ പള്ളി നിറയെ അതിന് പുറത്തും ആൾക്കാർ കവിഞ്ഞിരുന്നു. അതിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതിഞ്ഞ് തുടർന്ന് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. अस्सलाम वालेकुम। ये इंतज़ाम किया यहाँ के एडावन्ना की जो महल्ले जमात है, इन लोगों की कोशिश से ये अल्हम्दुलिल्लाह ये काम अमल में आया। तो मैं अपने भाइयों से जो लोग इधर उधर इससे पहले कहीं नमाज़ पढ़ लेते इस मस्जिद में उस मस्जिद में, और बहुत सारे लोग सरे से नमाज़ पढ़ते ही नहीं थे, तो ऐसे लोगों से और ख़ुसूसन जो लोग काम करते हैं यहाँ पे, उन लोगों के लिए इंतज़ाम किया गया है। तो आप लोग पाबंदी के साथ यहाँ पे आएँ और नमाज़ अदा करें। और इन लोगों के लिए ख़ुसूसी तौर पे एडावन्ना कमेटी के लिए ये जो हज़रात इसमें शामिल हुए हैं, पैसा खर्च के सब कुछ किए हैं, तो लिहाजा इन लोगों के लिए दुआ करें कि अल्लाह ताला इन लोगों को जज़ाए खैर दे। और आप लोग भी मुबारकबाद के लायक हैं, आपको भी मुबारकबाद देता हूँ, आप लोग भी कोशिश किए हैं। ये जुमा हुआ था, हिंदी में खुतबा हुआ,
बहुत अच्छा लगा सबको, पूरा हिंदी वाला खुश हो गया इधर का खुतबा सुन के। और 2 महीने से मेहनत चल रहा था इधर, और आज वो मेहनत कामयाब हो गया। और इंशाअल्लाह हर जुमा से इधर जुमा होने वाला, खुतबा हिंदी में होने वाला है इंशाअल्लाह। അൽഹംദുലില്ലാഹ് സഹോദരന്മാരെ, ഇതിവിടെ ഒരു വലിയ ഫിക്കറിൻ്റെ പേരിലാണ് നമ്മുടെ ഈ പള്ളിയിൽ ജുമ ആരംഭിക്കുക. കാരണം ഇത് കമ്മിറ്റിൻ്റെ ഇതിൻ്റെ ഈ പള്ളി പുനർനിർമ്മാണത്തിൽ തന്നെ ഒരുപാട് ഫിക്കർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ ഭാഷയിൽ ഖുത്ബ നടത്താനും അവർക്കതിൻ്റെ തർഗീബ് കിട്ടാനും അവരുടെ ജീവിതത്തിൽ മാറ്റം വരാനും അവരെ ഖുറാഫാത്ത് ബിദഅത്ത് ശിർക്ക് ഒക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഇവിടുന്ന് നല്ല തൗഹീദ് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരുടെ കുടുംബം അവർ നാട്ടിൽ പോയിട്ട് ദീനിൻ്റെ പരിശ്രമം ചെയ്യുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കണമെന്നുള്ള കമ്മിറ്റിയുടെ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഫിക്കർ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് അത് നമുക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ നമുക്കിത് കാണിച്ചു തന്നിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഫിക്കർ ചെയ്തിട്ടുണ്ട്, മുലാഖാത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും വ്യക്തികളെ അവരെ ചെന്ന് വ്യക്തികളായിട്ട് അവർ വർക്ക് ചെയ്യുന്ന അവരുടെ വർക്ക്ഷോപ്പുകളിലും അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ പോയിട്ട് അവരെ കൈപിടിച്ച് അവരോട് ഇതിൻ്റെ മഹത്വം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ചതിലേറെ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമ്മൾ കണ്ണിൽ കണ്ടു. കാരണം ഒരുപാട് ആൾ ഫിക്കർ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു അത് കബൂലാക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഖിയാമത്ത് നാൾ വരെ ഈ പരിശ്രമം, അതുപോലെ ഈ ദഅവത്തിൻ്റെ പരിശ്രമം അവർക്ക് ഈ നാട്ടിൽ വന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനും അത് അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ കുടുംബജീവിതമായിട്ട് മാറാനും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ചവർക്കും ഇതിൻ്റെ പിന്നിൽ ഫിക്കർ ചെയ്തവർക്കും സമ്പത്ത് ചെലവഴിച്ചവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന